പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും ഇരുന്ന് രാവിലെ കാലം ഈ ഡിവോഷണൽ സ്റ്റഡി ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 14:14 യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. എക്സോഡസ് ചാപ്റ്റർ 14:14 The Lord will fight for you. You need only to be still. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അട്ടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മുന്നോട്ട് വരുക, മുമ്പിൽ അവർക്ക് ചെങ്കടലുണ്ട്, അവരുടെ ഫ്രണ്ടിൽ ചെങ്കടലുണ്ട്, അവരുടെ തൊട്ട് പുറകിൽ ഫറവോൻ്റെ സൈന്യം ഉണ്ട്. രണ്ട് വശത്തു നിന്നും അവർ നോക്കിയാലും അവർക്ക് പീഹ ഹീരോത്ത് മലകൾ ഉയർന്നു നിൽക്കുന്നത് അവർക്ക് കാണാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരിപ്പോൾ കാണുന്നത് എന്തുവാ? വി ആർ ട്രാപ്ഡ്, ഞങ്ങളൊരു ട്രാപ്പിൽ പെട്ടിരിക്കുവാണെന്നായിരിക്കും അവർക്ക് കാണുന്നത് അങ്ങനെ അല്ലേ? പാനിക് സെറ്റ്, ഇറ്റ് ലുക്ക് ഹോപ്പ്ലെസ്. പക്ഷെ ആ ടെറിഫിക് മൊമെൻറ്റിൽ മോശ പറയുന്ന വാക്കാ, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പാനിക്കായി പോകുന്ന, സകലതും തീർന്നു, ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നത് പോലത്തെ വിഷയങ്ങൾ, ശാരീരികമായ ആരോഗ്യ വിഷയത്തിൽ, മാനസികമായിട്ടുള്ള ചില വിഷയത്തിൽ ഒക്കെ വന്ന് സംഭവിച്ചിട്ടില്ലേ? എന്നാൽ കുഞ്ഞെ, നിൻ്റെ കഴിവുകൊണ്ട് നീ യുദ്ധം ചെയ്താണോ നീ പുറത്തു വന്നത്? നിൻ്റെ സ്മാർട്ട്നെസ് കൊണ്ടോ, നിൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ടോ, നിൻ്റെ മസിൽ പവർ കൊണ്ടോ, മാൻ പവർ കൊണ്ടോ, മണി പവർ കൊണ്ടോ, എന്തുകൊണ്ടെങ്കിലും ആണോ കുഞ്ഞെ നീ പുറത്തു വന്നത്? ഇപ്പോൾ ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഒത്തിരി പേരിനോട് പറയാറുണ്ട്, ആൻറ്റി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുന്ന വഴി കാറിലിരുന്നാണ് കേൾക്കുന്നത്. ചിലപ്പോൾ കുഞ്ഞെ നീ ഡ്രൈവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോഴായിരിക്കും നീ കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മിണ്ടാതിരുന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടാൽ അതിൻ്റെ ഭംഗി അവർണ്ണനീയമായിരിക്കും. പ്രൈസ് ഗോഡ്. നീ ഒന്നും ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പോണ്ട. നീ രക്ഷപ്പെടാൻ ഒരു വഴിയും നീ നോക്കണ്ട. ദൈവം ഒരൊറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ, ജസ്റ്റ് ട്രസ്റ്റ് ഹിം. അവനെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ? അപ്പോൾ കർത്താവ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരും. അവൻ എന്ത് ചെയ്തു? അവൻ കരം നീട്ടി, അല്ലേ? പ്രൈസ് ഗോഡ്. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ആ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം, ആ വെള്ളത്തെ മതിലാക്കി നിർത്തി, വെള്ളത്തിൽ കൂടെ വഴിയൊരുക്കി, ആരും ചവിട്ടാത്ത, ആരും നടക്കാത്ത വഴിയിൽ കൂടെ തൻ്റെ ജനത്തെ നടത്തി അക്കരെ എത്തിച്ച ഒരു വലിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ലിറ്ററലായിട്ടുള്ള ആർമിയെ ആയിരിക്കത്തില്ല നിങ്ങൾ നേരിടുന്നത്. പക്ഷേ നമ്മളെ ബോക്സ്ഡ് ഇൻ ആയിട്ടുള്ള, നമ്മളെ കെട്ടിയടച്ചതുപോലെ മുന്നോട്ടുള്ളത് എന്താണെന്നറിയാൻ മേല ആങ്ഷ്യസ് ആക്കുന്ന ചില ദിവസം നമ്മുടെ മുമ്പിൽ വരും. ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്, നീ ഭാരപ്പെടേണ്ട, നിൻ്റെ ദൈവം നിനക്ക് മുമ്പായിട്ട് പോകുന്നുണ്ടെന്നേ. കുഞ്ഞേ, നിനക്ക് തോന്നുന്നു നീ പവർലെസ്സാണ്. യെസ്, നമ്മൾ പവർലെസ്സാണ്. പക്ഷെ നമ്മൾ സേവിക്കുന്ന ദൈവം, ഹീസ് പവർഫുൾ. അവൻ ശക്തിയുള്ളവനാ. അവർ പാർട്ട് ഈസ് ടു ട്രസ്റ്റ്, അവനിൽ വിശ്വസിപ്പാൻ, ടു സ്റ്റേ ക്ലോസ്, അവനോട് ചേർന്ന് നിൽപ്പാൻ. അവനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവനത്തോട് ചേർന്ന് നിൽക്കാൻ. എന്നിട്ട് ലെറ്റ് ഹിം ഫൈറ്റ് ദ ബാറ്റിൽ വി കാൺ വിൻ ഓൺ അവർ ഓൺ. നമുക്ക് തന്നെ ജയിക്കാൻ പറ്റാത്ത യുദ്ധം ദൈവം ചെയ്യാനൊന്ന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയുള്ള ഒരു സമയത്തെ റെഡ് സീ മൊമെൻ്റ് എന്ന് പറയട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാരെങ്കിലും ഒരു റെഡ് സീ മൊമെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടോ ഇപ്പം? ഹല്ലേലൂയ. നീ തന്നെ അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? നീ അത് തന്നെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ നോക്കുന്നുണ്ടോ? അതോ നീ പൂർണ്ണമായിട്ട് ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പോവാണോ? പ്രൈസ് ഗോഡ്. സ്റ്റിൽനെസ്സാ മോളെ ആവശ്യം, സ്റ്റിൽനെസ്സാ മകനെ ആവശ്യം. മിണ്ടാതിരിക്കുക, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് ദൈവം തന്നെ കാര്യങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യട്ടെ. ഒന്ന്
പ്രാർത്ഥിച്ചേ, ലോർഡ് ഐ ഗീവ് യു മൈ ബാറ്റിൽസ്, ഫൈറ്റ് ഫോർ മീ ആൻഡ് ബ്രിങ് മീ പീസ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്ത് ആങ്സൈറ്റി ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നാലും അല്പസമയം ഒന്നും മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് നിൻ്റെ ഹൃദയദൃഷ്ടി കൊണ്ട് നിനക്കൊന്ന് കാണാൻ പറ്റുമോ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്? ഹല്ലേലൂയ. അവൻ നിനക്ക് നേടിത്തരുന്ന ജയത്തെ ഒന്ന് കാണുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ ഈ ഡിവോഴ്സ് സ്റ്റഡി കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണ് ദൈവം ഒന്ന് തുറക്കട്ടെ. സങ്കീർത്തനം 4-ാം അധ്യായം 8-ാം വാക്യം, Psalm 4:8, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ദിവസം ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ്? ഈ വേവ്സ് എല്ലാം തള്ളിക്കയറുക ബോട്ടയിലേക്ക്, കാറ്റ് വീശിയടിക്കുക, ഡെക്കയിലൊക്കെ ഓൾറെഡി വെള്ളം കയറിക്കഴിഞ്ഞു. എന്നാൽ യേശു കർത്താവ് ഉറങ്ങുക. ആ സ്റ്റോമിൻ്റെ നടുക്ക് ഹല്ലേലൂയ യേശു റെസ്റ്റ് ചെയ്യുക. അത് റെസ്റ്റ് ചെയ്യുന്നത് അവൻ നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ല, പിന്നെയോ അവനറിയാം ഹല്ലേലൂയ അവൻ്റെ കൺട്രോളിൽ ആ സംഗതികളെന്ന്. തൻ്റെ ജനം ഹല്ലേലൂയ, താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ തൻ്റെ കരുതലിലാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരുതലില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സൂക്ഷിപ്പിലാണെന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു. പക്ഷെങ്കിൽ ആമേൻ, നമ്മുടെ യേശു എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റു. യേശു എഴുന്നേറ്റാൽ നമുക്ക് വിടുതലാകട്ടോ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പുക പോലെ ഹല്ലേലൂയ ശത്രുവിനെ അവൻ ചിതറിച്ച് കളയും, അവൻ പതറിച്ച് കളയും. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ അവൻ ദുഷ്ടന്മാരെ ഉരുക്കിക്കളയും. 39-ാമത്തെ വാക്യത്തിൽ പറയുന്ന, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. The storm stopped. ഹല്ലേലൂയ. യേശു കർത്താവ് പാനിക്കായോ? ഇല്ല. കാരണം സാഹചര്യത്തെ ആശ്രയിച്ചല്ല ഒരിക്കലും ദൈവത്തിൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനം, യേശുവിന് കിട്ടുന്ന സമാധാനം, യേശുവിന് അവൻ്റെ പിതാവുമായിട്ടുള്ള ആ വലിയൊരു അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ആ സമാധാനം എനിക്ക് അവൈലബിളാണ്, നിങ്ങൾക്ക് അവൈലബിളാണ്. യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രൈസ് ഗോഡ്. ആ കർത്താവുണ്ടല്ലോ, പ്രൈസ് ഗോഡ്. ആ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല, അവന് മുഖപക്ഷമില്ല. അന്നാ ശിഷ്യന്മാർക്ക് സമാധാനം കൊടുത്ത ദൈവം നമുക്കും സമാധാനം തരുവാൻ തക്കവണ്ണം ഒരുക്കമാണ്. അതുകൊണ്ട് ജീവിതം കയോട്ടിക്കായിട്ടും ഹല്ലേലൂയ പ്രയാസത്തിലുമൊക്കെ ആയിത്തീരുമ്പോൾ ഓർത്ത് നോക്കിക്കേ, യേശു കർത്താവ് നിൻ്റെ ബോട്ടിലുണ്ടോ? അവനുണ്ടെങ്കിൽ നീ വറിയടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവൻ നിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അവൻ വീരനെ പോലെ ഉണർന്നു വരും. സംഗീതക്കാരൻ പറയുന്നത്, ഉറക്കം ഉണർന്നു വരുന്ന വീരനെ പോലെ അവൻ എഴുന്നേറ്റ് വരും. വീരനാം ദൈവം ഹല്ലേലൂയ ചെയ്യുന്നത് വീര്യപ്രവൃത്തിയുമായിരിക്കും. മറ്റുള്ളവർ കണ്ടാൽ അതിശയിക്കത്തക്ക പ്രവൃത്തി. അനേക സ്ഥലങ്ങളിൽ തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ യഹോവ എന്നവർ അറിയും, ഞാൻ ദൈവമെന്നവർ അറിയും. പ്രൈസ് ഗോഡ്. ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഹല്ലേലൂയ ഔട്ട്വേർഡായിട്ടുള്ള ഒരു സ്റ്റോമാണോ, കാറ്റാണോ നീ ഹല്ലേലൂയ അനുഭവിച്ച് ഭാരപ്പെടുന്നത്? അതോ ഇൻവേർഡ് അകത്ത് നിനക്ക് മറ്റാരോടും പറയാൻ മേലാത്ത ചില കാറ്റാണോ നിന്നെ ആടി ഉലയ്ക്കുന്നത്? ഹല്ലേലൂയ. യേശു കർത്താവ് ഉറങ്ങുകയാണെന്നാണോ നിൻ്റെ പെർസ്പെക്റ്റീവ്? ഹല്ലേലൂയ. കംപ്ലീറ്റായിട്ട് കാമാക്കുന്ന ദൈവം, ഹല്ലേലൂയ സമാധാന പ്രഭു, ഹല്ലേലൂയ നിത്യപിതാവ്, പ്രൈസ് ഗോഡ്. അവൻ തൻ്റെ വിഷയത്തെ ശാന്തമാക്കി തരും.
പ്രൈസ് ഗോഡ്. അവൻ്റെ സമാധാനം കൊണ്ട് അവൻ നിറയ്ക്കും. അതുകൊണ്ട് ആ സ്റ്റോമിനെ കഴിഞ്ഞും, ആ ചുഴലിക്കാറ്റിനെ കഴിഞ്ഞും, ആ കൊടുങ്കാറ്റിനെ കഴിഞ്ഞും, ഇപ്പോൾ അടിക്കുന്ന, ഇപ്പോൾ നിന്നെ വിഷമിപ്പിക്കുന്ന, ഇപ്പോൾ നിന്നെ നട്ടം തിരിക്കുന്ന, ഇപ്പോൾ നിന്നെ ചുറ്റിക്കറക്കുന്ന ആ കാറ്റിനെ കഴിഞ്ഞും നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രൈസ് ഗോഡ്. സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആങ്ഷ്യസ് തോട്ട്സിനെ എല്ലാം കർത്താവ് ഒന്ന് കാം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് നമ്മളെ വാച്ച് ഓവർ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനായിട്ട് അവനോട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, നിനക്ക് ഇഷ്ടമുള്ളൊരു സംഗീതത്തിന് നീ വായിര്. പ്രൈസ് ഗോഡ്. നീ അവനെ കുറച്ച് സമയം വർഷിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പീസ് നിൻ്റെ ഹൃദയത്തിൽ വന്ന് സെറ്റിൽ ചെയ്യട്ടെ. അങ്ങനെ കഴിയുമ്പോൾ യു ഈസ്ലി വിൽ ഡ്രിഫ്റ്റ് ഓഫ് ടു സ്ലീപ്പ്. ഉറക്കം തരുന്നവനാണ് നമ്മുടെ ദൈവം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാധാനം തരുന്ന ദൈവം, ഇളകി മറിയുന്ന കൊടുങ്കാറ്റിലും കർത്താവെ, ഇളകി മറുന്ന തിരമാലയുടെ മധ്യത്തിലും നീ ഞങ്ങൾക്ക് സമാധാനം തരുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഓരോ തിര ഉയരുമ്പോഴും ഹല്ലേലൂയ, നമുക്കറിയാം ഹല്ലേലൂയ, അത് താഴേക്ക് പോകുന്നു. ഞങ്ങളത് അറിയുന്നു കർത്താവെ. നമുക്കതറിയാം, ഞങ്ങൾക്കതറിയാം കർത്താവേ. എന്നാൽ പിന്നെയും അത് പൊങ്ങി വരും. എന്നാൽ എൻ്റെ യേശു കർത്താവ് ഒന്ന് ശാന്തമാക്കിയാൽ അതെന്നേക്കുമായിട്ട് അടങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.